ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ എട്ടാമത്തെ പാഠം ഡൈവേഴ്സ് ഓർഗാനിസംസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഡൈവേഴ്സ് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ക്രിയേച്ചേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാഠമാണ്. സിമ്പിളാണ്. ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. ഫസ്റ്റ് വൺ നിങ്ങൾക്കൊക്കെ കാണാം, അവിടെ ബട്ടർഫ്ലൈ ഉണ്ട്, നമ്മളെ ഹൗസ് ഫ്ലൈ ഉണ്ട്, ബീറ്റിലുണ്ട്, ഹണി ബീ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് പൊസിഷൻ ഒന്ന് നോക്കിയേ, എന്താണ്? വേമാണ്, പുഴുവാണ്. അപ്പോൾ ഇതൊക്കെ ആദ്യം എന്തായിരുന്നു? വേം, പുഴു ആയിരുന്നു. അതിൽ നിന്നാണ് പിന്നെ ഈ ഒരു ക്രിയേച്ചറിലേക്ക്, ഈ ഒരു ജീവിയിലോട്ട് ചേഞ്ച് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വേംസ് ആർ ഫോംഡ് ഫ്രം ദ എഗ്സ് ഓഫ് സെർട്ടൈൻ ഇൻസെക്റ്റ്. അതായത് നമ്മൾ പുഴുക്കളിൽ നിന്നാണ് അധികം ഇൻസെക്റ്റുകളും ഉണ്ടാവുന്നത്. ദെൻ ആൻഡ്ലയൻ. ആൻഡ്ലയൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. മെറ്റാമോർഫോസിസ് മീൻസ് ഇൻ സം ക്രിയേച്ചേഴ്സ് ദ ലാർവ ഡു നോട്ട് റിസംബിൾ ടു ദ പാരൻസ്. ദ ലാർവ ഫോംഡ് ഫ്രം ദ എഗ്സ് ഗോസ് ത്രൂ വേരിയസ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആൻഡ് ബിക്കംസ് സിമിലർ ടു ദ പാരൻസ്. ദിസ് ചേഞ്ച് ഈസ് കോൾഡ് മെറ്റാമോർഫോസിസ്. അതായത് ഒന്നുമില്ല, നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ രൂപാന്തരണം എന്ന് പറയും. ഈ രൂപാന്തരണം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഒരു എഗ്ഗ് വിരിഞ്ഞിട്ടാണ് എന്തുണ്ടാവുന്നത്? കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. അപ്പോൾ ഈ മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് വരും. ഇപ്പോൾ നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് നമ്മളെ പാരൻറ്റിനെ പോലെയല്ല, പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ എന്താവുന്നത്? നമ്മളെ പാരൻറ്റിനെ പോലെ ആവുന്നത്. അതായത് നമ്മളെ പാരൻറ്റിനെ അല്ലെങ്കിൽ കസിൻസിനൊക്കെ പോലെ എന്തായാലും ഒരു ചെറിയൊരു സാദൃശ്യം നമ്മളെ പാരൻറ്റുമായിട്ട് നമ്മളുണ്ടാവും. അതായത് എപ്പോഴും ഒരേ സ്റ്റേജിലല്ല, ജനിക്കുന്ന സമയത്തുള്ള അതേപോലെയല്ല. ഇപ്പോൾ നിങ്ങളെ കേസ് തന്നെ എടുത്താൽ മതി. നിങ്ങൾ ജനിച്ച അതേ ഫേസ് കട്ടല്ല, പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി വലുതാവും തോറും ഇനിയും ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ മെറ്റാമോർഫോസിസ് എന്ന് പറയുമ്പോൾ ജനിക്കുന്ന സമയത്ത് അതിൻ്റെ പാരൻറ്റിനെ പോലെയല്ല, പിന്നെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് എന്ത് ചെയ്യാണ്? പാരൻറ്റിനെ പോലെ ആയി മാറുകയാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ടേം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. ചിലപ്പോൾ ഈ ഡെഫിനിഷൻ തന്നിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് എഴുതാൻ ചോദിക്കും. അതുപോലെ തന്നെ ഇവിടെ ആൻഡ്ലയൻ, നമ്മളെ കുഴിയാന. അപ്പോൾ ഈ കുഴിയാനൻ്റെ ഈ ഒരു സ്റ്റേജസ്, ഈ ഒരു പിക്ക് തന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ എന്താ ചോദിക്കുക? ഇതെന്താന്ന് ചോദിക്കും. അപ്പോൾ മെറ്റാമോർഫോസിസ്, ഇവിടെയുള്ള പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ മെറ്റാമോർഫോസിസ് എന്നാണ് നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആൻഡ്ലയൻ ഇവിടെയാണ്, ഇതൊരു ലൈഫ് സൈക്കിൾ പോലെയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഗ്ഗാണ്. എഗ്ഗിൽ നിന്ന് പിന്നെ എന്താ? ലാവയിൽ ആൻഡ്ലയനാണ്. അപ്പോൾ ഏതൊരു ക്രിയേച്ചറിൻ്റെ മെറ്റാമോർഫോസിസ് സ്റ്റേജിലും അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്, അതായത് എഗ്ഗ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിനെയാണ് നമ്മൾ ലാർവ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ആൻഡ്ലയൻ കുഴിയാനനെയാണ്. അപ്പോൾ ഇവിടെ ലാർവ സ്റ്റേജിൽ ആൻഡ്ലയനാണ്. അത് പിന്നെ പ്യൂപ്പയായിട്ട് മാറി, പിന്നെ ആൻഡ്ലയൻ ലേസ് വിങ്, ചിറകുള്ള ഒരു ടൈപ്പ് ക്രിയേച്ചറായിട്ട് മാറുക. എഗ്ഗ്, ലാർവ, പ്യൂപ്പ, ആൻഡ്ലയൻ ലേസ് വിങ്. ഇതാണ് നമ്മളെ ആൻഡ്ലയൻ്റെ മെറ്റാമോർഫോസിസ് സ്റ്റേജ്. ഇനി ആൻഡ്ലയൻ ഡോഡിൽ ബഗ് ഈസ് ദ ലാർവ ഓഫ് എ കൈൻഡ് വിങ്ങഡ് ഇൻസെക്റ്റ് കോൾഡ് ആൻഡ്ലയൻ ലേസ് വിങ്. നമ്മൾ ആൻഡ്ലയൻ, അതായത് ആ ഒരു മെറ്റാമോർഫോസിസ് സ്റ്റേജിൽ ആൻഡ്ലയൻ വലുതായി കഴിഞ്ഞാൽ ആൻഡ്ലയൻ ലേസ് വിങ്, ചിറകുള്ള ഒരു ടൈപ്പ് പ്രാണിയായിട്ട് മാറുകയാണ്. ദേ മേക്ക് ഫണൽ ഷേപ്പ്ഡ് പിറ്റ്സ് ഇൻ എ സാൻഡ് ആൻഡ് ഈറ്റ് എ സ്മോൾ ഇൻസെക്റ്റ് ലൈക്ക് ആൻഡ്. അതായത് ഫണൽ ഷേപ്പായിട്ട് നമ്മളെ മണലിലാണ് നമ്മളെ കുഴിയാന ആൻഡ്ലയനെ നമ്മൾ കാണുന്നത്. അതൊരു ഫണൽ ഷേപ്പിലാക്കിയിട്ടാണ് അവർ നിൽക്കുന്നത്. ദേ ആർ കോൾഡ് ആൻഡ്ലയൻസ് ബിക്കോസ് ദേ ക്യാപ്ചർ ആൻഡ്. അതായത് നമ്മൾ ആൻഡ്ലയൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ, നമ്മളെ ആൻഡ്ലയൻ അതായത് കുഴിയാനയുടെ ഫുഡ് ആൻഡാണ്. ഇറ്റ്സ് എ ലാവ മേക്ക് എ കൊക്കോൺ യൂസിങ് സാൻഡ് ഗ്രെയിൻസ് ആൻഡ് തിൻ സിൽക്ക് ഫൈബേഴ്സ് സിക്രറ്റഡ് ബൈ ഇറ്റ് സെൽഫ് ആൻഡ് ബിക്കം എ പ്യൂപ്പ. ദിസ് പ്യൂപ്പ അണ്ടർഗോസ് ചേഞ്ച് ടു ബിക്കം ദ ഇൻസെക്റ്റ്. അതായത് ദ ലാർവ, നമുക്കറിയാം ഫസ്റ്റ് മിസ് എന്ത് പറഞ്ഞു? എഗ്ഗ് വിരിഞ്ഞുണ്ടാവുന്ന സ്റ്റേജിനെയാണ് ലാർവ എന്ന് പറയുന്നത്. ആ ലാർവ സ്റ്റേജാണ് ആൻഡ്ലയൻ. അത് പിന്നെ പ്യൂപ്പയായിട്ട് മാറും, പിന്നെ അത് വലിയ ഒരു ജീവിയായിട്ട് മാറും.
ആ ജീവിയെയാണ് നമ്മൾ ആൻഡലയൺ ലേസ്വിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കോക്രോച്ചിൻ്റെ മെറ്റാമോർഫോസിസ് സ്റ്റേജാണ്. എഗ്ഗ്, നിംഫ്, ഫുൾ ഗ്രോൺ കോക്രോച്ച്. ഇവിടെ കോക്രോച്ച് ഉണ്ട്. എഗ്ഗ്, നിംഫ്, ഫുൾ ഗ്രോൺ കോക്രോച്ച്. അപ്പോൾ ഇതാണ് ലാർവ സ്റ്റേജ്. അപ്പോൾ ഈ നിംഫ് നമ്മളെ ബേബി കോക്രോച്ചാണ്. ഈ കോക്രോച്ചിൻ്റെ കുഞ്ഞാണ് ബേബി കോക്രോച്ച്. അപ്പോൾ ബേബി കോക്രോച്ചിനെ എന്താ വിളിക്കുക എന്ന് ചോദിച്ചാൽ നിംഫാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബേബി കോക്രോച്ച് ആർ കോൾഡ് നിംഫ്. ദ നിംഫ് ഗോസ് ത്രൂ വേരിയസ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആൻഡ് ബിക്കം എ ഫുള്ളി ഗ്രോൺ ഓർഗാനിസംസ്. ഇൻ ദ മീൻ ടൈം ഇറ്റ്സ് ഷെൽ ഈസ് ഷെഡ് സെവറൽ ടൈം. അതായത് നമ്മൾ ബേബി കോക്രോച്ചിനെ നിംഫ് എന്നാണ് വിളിക്കുക നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ പല ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് അത് വലിയ കോക്രോച്ചായിട്ട് മാറുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? ഇറ്റ്സ് ഷെൽ ഈസ് ഷെഡ് സെവറൽ ടൈം. അതായത് നമ്മൾ കോക്രോച്ചിനൊരു എന്തുണ്ടാവും, ഒരു ചിറകുകളുണ്ടാവും അല്ലേ, അത് അതിനിടക്ക് ഈ വലിയ കോക്രോച്ച് ആവുന്നതിന് മുന്നേ പല ടൈം അവരെന്ത് ചെയ്യും, അത് പൊയ്ക്കും എന്നാണ് പറഞ്ഞത്. ദ വേംസ് ദാറ്റ് ഹാച്ച് ഫ്രം ദ ഇൻസെക്റ്റ് എഗ്സ് ഫീഡ് ഓൺ ലീവ്സ് ആൻഡ് അതർ പ്ലാന്റ് പാർട്സ്. സോ മെനി ഓഫ് ദീസ് ആർ ഹാംഫുൾ ടു അഗ്രികൾച്ചർ. അതായത് നമുക്കൊക്കെ അറിയാവുന്നല്ലേ, നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സിന് താഴെ ഉണ്ടാവാറുണ്ട് മുകളിലൊക്കെ ലീഫിൽ നമ്മൾ വേംസിനെ കാണാം. അങ്ങനെയായ വേംസ് എന്താ ചെയ്യുന്നത്, അതിൻ്റെ ആ ലീഫൊക്കെ തിന്ന് തീർക്കും. അപ്പോൾ തീരെ ലീഫില്ലാത്ത പ്ലാന്റ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതെന്താവും, അത് ഡിസ്ട്രോയ് ആകും, അതായത് അത് നശിച്ചു പോവുക ചെയ്യുക. അപ്പോൾ ഇതെന്താണ്, വേം അഗ്രികൾച്ചറിനെ ദോഷകരമായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് അഡോപ്റ്റഡ് ബൈ ദ ഫാമേഴ്സ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ വേംസ് ആൻഡ് പെസ്റ്റ് ദാറ്റ് ഹാം ദ ക്രോപ്പ്. അപ്പോൾ നമുക്കറിയാം, പ്ലാന്റ്സിൽ ഇതുപോലെ വേംസൊക്കെ വന്നിരുന്നാൽ വേംസൊക്കെ അത് തിന്ന് തീർത്ത് ആ ഒരു പ്ലാന്റിനെ നശിപ്പിക്കും. അപ്പോൾ ഫാർമേഴ്സ്, കർഷകർ ഇതുപോലുള്ള വേമിനും പെസ്റ്റ് എന്ന് പറഞ്ഞാൽ കീടങ്ങളാണ്, ഈ വേമിനും പെസ്റ്റിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പുതിയ കുറച്ച് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതായത് അവരെ കൃഷി നല്ല രീതിയിൽ പോകണ്ടേ. അപ്പോൾ അവർ വേമിനും പെസ്റ്റിനെയൊക്കെ ഇല്ലാതാക്കാൻ എന്തൊക്കെ മെത്തേഡുകളാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ മെത്തേഡ്സാണ് സ്വീകരിക്കുന്നത് എന്ന്, അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇത് പഠിക്കണം കേട്ടോ. യെല്ലോ സ്റ്റെം ബോറർ ലാർവ, യെല്ലോ ട്രാപ്പ്, ദ സെൻറ്റ് ഓഫ് തുളസി വിൽ അട്രാക്റ്റ് കായീച്ച, ഫ്ലൈ ട്രാപ്പ്, ബയോളജിക്കൽ പെസ്റ്റിസൈഡ്സ്. ഇതൊക്കെയാണ് ഫാമേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡുകൾ കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു, പെസ്റ്റും വേമുമാണ് കർഷകർ കൃഷി ചെയ്ത പ്ലാന്റ്സിനെയൊക്കെ നശിപ്പിക്കുന്നത്. അപ്പോൾ പെസ്റ്റുകളെ കുറച്ച് പേര്, റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് പെസ്റ്റ് ദാറ്റ് ഹാം അഗ്രികൾച്ചറൽ ക്രോപ്പ്. സ്റ്റെം ബോറർ, ലീഫ് കേളിംഗ് വേം, ചിത്രകീടം, കായീച്ച, ചായി. ഇവയൊക്കെ പെസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും പെസ്റ്റിൻ്റെ നെയിം ചോദിച്ചാൽ ഇതിൽ നിന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി സ്പൈസസ് നമുക്കറിയാം, കാർഡമം, പെപ്പർ, ക്ലോവ്, സിനമൺ. ഇതെന്താ, കാർഡമം നമ്മളെ ഏലക്കായ, കുരുമുളക്, ഗ്രാമ്പു, പട്ട, ഇതൊക്കെയാണ് സ്പൈസസ്. അപ്പോൾ ഈ സ്പൈസസിൻ്റെ സ്മെല്ല് നമ്മളെ പെസ്റ്റുകൾക്ക് ഇഷ്ടമല്ല. പ്രൊട്ടക്ഷൻ ഫ്രം പെസ്റ്റ് ടു അച്ചീവ് ദിസ് ദ കെമിക്കൽ പ്രൊഡ്യൂസർ ബൈ പ്ലാന്റ്സ് സച്ച് ആസ് കാർഡമം, പെപ്പർ, ക്ലോവ് ആൻഡ് സിനമൺ മേക്ക് ദം സ്പൈസസ്. ദിസ് ഈസ് വൈ ഗ്രെയിൻസ് ആർ സ്റ്റോർഡ് വിത്ത് സം സ്പൈസസ്. അതായത് നമ്മളെ പെസ്റ്റുകൾക്ക് ഈ സ്പൈസസ്, ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഉമ്മമാരൊക്കെ വെളിച്ചെണ്ണയൊക്കെ അതായത് തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അതിലൊക്കെ കുരുമുളകൊക്കെ ഇട്ട് വെക്കുന്നത് കാണാം. അതായത് ഈ പെസ്റ്റുകൾക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. അപ്പോൾ അത് ഡാമേജ് ആക്കാൻ, അത് കേടുവരുത്താൻ അവരതിലേക്ക് വരില്ല, ഈ സ്മെല്ലുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ ചില ഗ്രെയിൻസ്, ചില ധാന്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഈ സ്പൈസസ് നമ്മളവിടെ ആഡ് ചെയ്യാറുണ്ട്. ഇനി ഇൻസെക്ട്സ് ഫോർ ഫുഡ്. നമ്മുടെ അവിടെയൊന്നും ഇൻസെക്റ്റിനൊന്നും ഫുഡായിട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷേ നമ്മളെ ചൈന പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാം, അവിടെയൊക്കെ ഓരോ ജീവികളെ അവർ ഭക്ഷണമാക്കാറുണ്ട്. പീപ്പിൾ ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് യൂസ് ഇൻസെക്റ്റ് ലൈക്ക് ഗ്രാസ് ഹോപ്പർ, മോത്ത്, ബീറ്റിൽ, സ്കോപ്പിയോൺ ആൻഡ് ഫോർ ഫുഡ്. ചില രാജ്യങ്ങളിലൊക്കെ, നമ്മളിവിടെ അല്ല, ചില രാജ്യങ്ങളിലുള്ള നമ്മളെ ഗ്രാസ് ഹോപ്പർ പുൽച്ചാടിയാണ്. അതുപോലെ മോത്ത്, ബീറ്റിൽ, സ്കോർപ്പിയോൺ ആൻഡ് നമ്മളെ ഉറുമ്പിനെയും തേളിനെയും വണ്ടിനെയൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെയൊക്കെ ഫുഡാക്കാറുണ്ട്. ഇതുകൊണ്ട് എന്താ അവർക്കുള്ള ബെനിഫിറ്റ്? ഇൻസെക്ട്സ് ആർ ഗുഡ് സോഴ്സ് ഓഫ് ന്യൂട്രിയൻ ലൈക്ക് പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻ. പ്രോട്ടീനും വൈറ്റമിനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്
ഈ ഓരോ ഇൻസെക്റ്റുകളും. ദേ ആർ ഓൾസോ ഗ്രോൺ ഫോർ ഫുഡ് ഇൻ സം പ്ലേസസ്. ദേ പ്രൊവൈഡ് ലോ കോസ്റ്റ് പ്രോട്ടീൻ. അപ്പോൾ നമ്മളൊക്കെ നല്ല പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞിട്ട് നല്ല കോസ്റ്റ് കൊടുത്തിട്ട് ആപ്പിൾ അതുപോലെയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുക അല്ലേ. അപ്പോൾ ഇവരെന്ത് ചെയ്യുകയാണ്, ലോ കോസ്റ്റിൽ ചെറിയ എമൗണ്ടിൽ പ്രോട്ടീൻ വാങ്ങുക. അതായത് ഈ ഇൻസെക്റ്റുകൾക്കൊന്നും അത്രയ്ക്ക് എമൗണ്ടൊന്നുമില്ല. അപ്പോൾ അവർ ഈ ചെറിയ ഇൻസെക്റ്റുകളൊക്കെ കഴിച്ചിട്ട് അതിൽ നിന്ന് അവർ ഫുഡിൽ നിന്ന് എന്ത് വാങ്ങുന്നുണ്ട്, അവർ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീന് നേടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മളൊന്നും കഴിക്കുന്നില്ല, പക്ഷേ ഇൻസെക്റ്റുകളിൽ നിന്ന് ഇൻസെക്റ്റിനെ കഴിച്ചാൽ പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ കിട്ടും. ആ ഒരു പോയിൻ്റാണ് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടാനുള്ളത് കേട്ടോ. ഇനി കളർഫുൾ ഇൻസെക്റ്റ്, നല്ല ഭംഗിയുള്ള ഇൻസെക്റ്റുകൾ ആരാ, നമ്മുടെ ബട്ടർഫ്ലൈസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ബട്ടർഫ്ലൈസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെയിം മാത്രം മതി കേട്ടോ. അപ്പോൾ നെയിം ഓഫ് സം ബട്ടർഫ്ലൈസ്: നരകശലഭം, ലൈം ബട്ടർഫ്ലൈ; അരളിശലഭം, കോമൺ ക്രോ; വെള്ളിലത്തോയി, ദ കമാൻഡർ; ഇരുക്കുതപ്പി, പ്ലെയിൻ ടൈഗർ; കരിയിലശലഭം, കോമൺ ഈവനിങ് ബ്രൗൺ; വിലാസിനി, ഡീലിയാസ് യൂക്കാരിസ്. ഇവിടെ മഞ്ഞപ്പാപ്പാത്തി എന്നുള്ളത് നിങ്ങൾ മംഗ്ലീഷിൽ എഴുതണേ. മഞ്ഞപ്പാപ്പാത്തി ബുദ്ധമയൂരി മിസ് എഴുതിയ സമയത്ത് അത് താഴേക്ക് സ്ക്രോൾ ചെയ്ത സമയത്ത് മാറിപ്പോയതാട്ടോ. അപ്പോൾ അത് മംഗ്ലീഷിൽ മഞ്ഞപ്പാപ്പാത്തിന്ന് എഴുതുക. യുറീന ബ്ലാൻഡ എന്നാണ് പേര്. ബുദ്ധമയൂരി, മലബാർ ബാൻഡഡ് പീക്കോക്ക്; ഗരുഡശലഭം, ട്രോയിഡസ് മൈനോസ്; വരയൻ കടുവ, സ്ട്രൈപ്പഡ് ടൈഗർ. അപ്പോൾ ഇത്രയാണ് ബട്ടർഫ്ലൈൻ്റെ നെയിംസ്. അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഫോർ ദി സർവൈവൽ ഓഫ് ബട്ടർഫ്ലൈസ് ബോത്ത് നെക്ടാർ പ്ലാന്റ്സ് ആൻഡ് host plants are necessary. Butterflies get a nectar from the nectar plants. The larvae feed on the host plant. A butterfly garden is a garden with both these kinds of plants. അതായത് നമ്മുടെ ബട്ടർഫ്ലൈസ്, നിങ്ങൾക്കറിയാം ബട്ടർഫ്ലൈസ് വേം കാറ്റർപില്ലർ ആയിരിക്കും അല്ലേ ഫസ്റ്റ്, നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുക, ബട്ടർഫ്ലൈസ് അവർ തേൻ നുകരാൻ ഗാർഡനിലുള്ള എല്ലാ പ്ലാന്റ്സിലൊന്നുമില്ല, ചില പ്ലാന്റ്സിലാണ് ഇവർ ചെല്ലാറ്. അപ്പോൾ അതിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, അവർ മുട്ടയിടാറ്. അപ്പോൾ ആ മുട്ട പിന്നെ എന്താവും, കാറ്റർപില്ലറായിട്ട് മാറും. അങ്ങനെയാണ് അതിൽ നിന്ന് ബട്ടർഫ്ലൈ ഉണ്ടാവുന്നത് കേട്ടോ. ഇനി മോത്ത് മീൻസ് ഒരു ടൈപ്പ് ബട്ടർഫ്ലൈ ആണ്. ദേ ആർ മോത്ത് അൺലൈക്ക് ബട്ടർഫ്ലൈസ്. മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് കളർഫുൾ. അതായത് ഈ മോത്തിനെ നമ്മൾ നൈറ്റാണ് കാണുക, രാത്രിയിലാണ് കാണുക. ഇത് അത്രയ്ക്ക് കളർഫുൾ അല്ല. നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും. സം മോത്ത് ഹാവ് എ ഫെദർ ലൈക്ക് ആൻറ്റിന. അതായത് ചില മോത്തുകൾക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും മോത്ത്, ബട്ടർഫ്ലൈക്ക് ഈ ഒരു സാധനം ഉണ്ടാവും അല്ലേ, ഇതിനെയാണ് നമ്മൾ ആൻറ്റിന എന്ന് പറയുന്നത്. ചില ബട്ടർഫ്ലൈസിന് ചിറകുണ്ടാവും, അതുപോലെ ചിലർക്ക് ആൻറ്റിന ഉണ്ടാവും. സിൽക്ക് ഈസ് പ്രൊഡ്യൂസഡ് ഫ്രം ദ കൊക്കോൺ മെയ്ഡ് ബൈ ലാർവ ഓഫ് എ കൈൻഡ് ഓഫ് മോത്ത്. ഒരു ടൈപ്പ് മോത്തിൽ നിന്നാണ് നമ്മൾ സിൽക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നൈറ്റിലാണ് മോത്തിനെ കാണുന്നത്. അത് എല്ലാതൊന്നും കളർഫുൾ അല്ല, പക്ഷെ അതിൽ ചിലത് കളർഫുള്ളാണ്. അപ്പോൾ ആൻറ്റിന പോലുള്ളത് ചില മോത്തുകൾക്കുണ്ട്. സിൽക്ക് ഉണ്ടാക്കുന്നത് ഒരു ടൈപ്പ് മോത്തിൽ നിന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ പെട്ടൊരു കാറ്റഗറിയാണ് ബ്ലൂ ടൈഗർ മോത്ത്. വെങ്കണ നീലി എന്ന് പറയും. അപ്പോൾ ചിലപ്പം വെങ്കണ നീലി എന്നായിരിക്കും തരിക, ഇങ്ങനെയും എക്സാമിന് തരാറുണ്ട്. അപ്പോൾ ബ്ലൂ ടൈഗർ മോത്തും വെങ്കണ നീലിയും ഒരേ സാധനമാണ്. അപ്പോൾ ഇത് നല്ല കളർഫുള്ളാണ്, പക്ഷേ ഇത് മോത്ത് തന്നെയാണ് കേട്ടോ. കളർഫുള്ളാണ്, ഡേ ടൈമിലാണ് കാണുക, എന്നാലും ഇത് മോത്ത് കാറ്റഗറിയാണ്. ബ്ലൂ ടൈഗർ മോത്ത് ഈസ് എ കൈൻഡ് ഓഫ് ബ്ലൂ കളേർഡ് മോത്ത് ഫൗണ്ട് ഡ്യൂറിങ് ഡേ ടൈം. പകൽ സമയത്ത് കാണുന്നതാണ്. ഇത് കളർഫുള്ളാണ്. ദേ ആർ മിസ്റ്റേക്കൺ ഫോർ ബട്ടർഫ്ലൈസ് ബിക്കോസ് ഓഫ് ദെയർ ബ്ലൂ കളർ. ഇതിൻ്റെ ബ്ലൂ കളർ കാണുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റും. കാരണം നമ്മളിത് കളർഫുൾ അല്ലല്ലോ, ഡേ ടൈമിലല്ലേ എന്ന് കരുതിയിട്ട് മോത്തല്ല എന്ന് പറയും. പക്ഷെ ഇവർ മോത്ത് തന്നെയാണ് കേട്ടോ. ദേ ആർ കോൾഡ് വെങ്കണ നീലി ബിക്കോസ് ദേ ലേ എഗ്സ് ഓൺ ദ കരളിയ ട്രീ, വെങ്കണ ട്രീ. കരളിയ ട്രീ എന്നും വെങ്കണ ട്രീ എന്നും പറയാറുണ്ട്. They satisfy all features of moth except that they are seen during daytime and have a blue color. So they are included in the moth family. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് ഡേ ടൈമിലാണ് കാണുക, നല്ല കളർഫുള്ളാണ്. പക്ഷേ ഇത് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇത് ബ്ലൂ ടൈഗർ മോത്ത് എന്ന് പറയുന്നത് മോത്ത് കാറ്റഗറി തന്നെയാണ് കേട്ടോ. അതുപോലെ വെങ്കണ ട്രീ അല്ലെങ്കിൽ കരളിയ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മരത്തിലാണ് ഇവർ ഉണ്ടാവുക. ഇനി ദ വേൾഡ് ഓഫ് സ്മോൾ ക്രിയേച്ചേഴ്സ്, ചെറിയ ജീവികളെ.
റൈറ്റ് ദ നെയിം ഓഫ് ദ ക്രിയേച്ചേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചർ. ഇവിടെ കുറച്ച് ചെറിയ ജീവികൾ തന്നിട്ടുണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഉറുമ്പ്, തേള്, തേനീച്ച, തുമ്പി, പേന്, നമ്മുടെ വീടിനടുത്തൊക്കെ ഉണ്ടാവുന്നതാണ്. നമ്മളെ കടിച്ചാൽ നല്ല പെയിനായിരിക്കും. കൽക്കുഞ്ഞൻ എന്നൊക്കെ പറയും. അതുപോലെ എട്ടുകാലി. അപ്പോൾ ഇതൊക്കെ എന്താണ്, ചെറിയ കുഞ്ഞു കുഞ്ഞു ജീവികളാണ്. അപ്പോൾ ചില ജീവികളെ പേര് ചോദിച്ചാൽ നിങ്ങൾ പറയണം കേട്ടോ. ഇനി ആൻഡ്, അതിൽ പെട്ടൊരു ജീവിയാണ് ആൻഡ്. ആൻഡ്സ് ആർ സ്മോൾ ക്രിയേച്ചേഴ്സ് ലിവിങ് ആസ് കമ്മ്യൂണിറ്റി. നമുക്കറിയാം ഉറുമ്പുകൾ വരി വരിയായിട്ട് പോകുന്നത് കാണാം അല്ലേ. അപ്പോൾ കമ്മ്യൂണിറ്റി ആയിട്ട്, ഒരു കൂട്ടമായിട്ടാണ് അവർ ജീവിക്കാറ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൻഡ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ കോളനി ഓഫ് ആൻഡ്സ് പെർഫോമിങ് ദ ടാസ്ക് ഓഫ് ലേയിങ് എഗ്, കളക്ടിങ് ഫുഡ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഫ്രം എനിമീസ്. പല ഡ്യൂട്ടീസ്, പല ടൈപ്പ് ആൻറ്റുകളുണ്ട്. അവർ പല ഡ്യൂട്ടികളാണ് ചെയ്യുക. അതായത് ചിലരെന്ത് ചെയ്യും, മുട്ടയിടും, ചിലർ ഫുഡ് കളക്ട് ചെയ്യും, ചിലർ എനിമീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ പല ടൈപ്പ് ആൻറ്റുകളുണ്ട്. ആൻഡ്സിൻ്റെ ബോഡി പാർട്സ് എന്തൊക്കെയാണ്? ബോഡി പാർട്സ് സച്ച് ആസ് ആൻറ്റിന, ലെഗ്, വിങ്സ് ആൻഡ് ഐസ് ഓഫ് ദ ഇൻസെക്റ്റ്. ആൻറ്റിന നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർക്കുണ്ടാകുന്ന ആ കൊമ്പ്. അതുപോലെ ലെഗ് ഉണ്ട്, വിങ്സ്, ചിറകുണ്ട്, ഐസ് ഉണ്ട്. ഇതൊക്കെ എന്തുണ്ട്, നമ്മൾ ആൻറ്റിനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്സ് നിങ്ങൾക്കറിയാം. ആ ബോഡി ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ മൈൻഡിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ കമ്മ്യൂണിറ്റി ആയിട്ടാണ് ആൻറ്റുകൾ ജീവിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാനുള്ളത്. ഇനി കുറച്ച് ആൻറ്റുകളെ നെയിം നോക്കുക. റൈറ്റ് ദ നെയിംസ് ഓഫ് ആൻഡ്സ് പോപ്പുലർ ഇൻ അവർ ഏരിയ. യെല്ലോ ക്രേസി ആൻഡ്, നമ്മുടെ ചോണനുറുമ്പ്. ഏഷ്യൻ വീവർ ആൻഡ്, പുളിയുറുമ്പ്. ബ്ലാക്ക് ആൻഡ്, ആമി ആൻഡ്, ഷുഗർ ആൻഡ്, ഫ്ലൈയിങ് ആൻഡ്. അപ്പോൾ ഇതിൻ്റെ നെയിമുകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇനി നെക്സ്റ്റ് വിങ്ഡ് ആൻഡ്. നിങ്ങൾക്ക് കാണാം ചിറകുള്ള ഒരു ടൈപ്പ് ആൻഡാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ്സ് ദാറ്റ് പെർഫോം ദ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ കം ഔട്ട് ഓഫ് ദെയർ കോളനീസ് വിത്ത് വിങ്സ്. ഇത് മെയിലായിട്ടുള്ളതും ഫീമെയിൽ ആയിട്ടുള്ള ആൻഡുകൾ എന്താ ചെയ്യുക, ഇവരെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനാണ്. റീപ്രൊഡക്റ്റീവ് ഫങ്ഷനാണ് ഇവരെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. അതായത് കുഞ്ഞുങ്ങളുണ്ടാക്കുക. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ദേ മേറ്റ് വിത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ഫ്രം അനദർ കോളനി ആൻഡ് ഫോം ന്യൂ കോളനി. ഇവരെ കൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവർ വേറെ വീടുണ്ടാക്കുക. അതായത് അവർ കൂട്ടിൽ നിന്ന് അവരിറങ്ങും, എന്നിട്ട് മെയിലും ഫീമെയിലും ആയിട്ട് ഇണ ചേർന്നിട്ട് അവർ പുതിയ വീടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളെ വിങ്കഡ് ആൻറ്റിൻ്റെ പ്രത്യേകത. മെയിനായിട്ട് റീപ്രൊഡക്റ്റീവ് ഫങ്ഷനാണ് കേട്ടോ. നെക്സ്റ്റ് ലെറ്റ്സ് ഒബ്സർവ് ആൻറ്റ്. നമ്മളൊരു ആൻറ്റിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം അല്ലേ. ഓരോ ആൻറ്റിനും ഇപ്പോൾ നമ്മളിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ആൻറ്റുകൾ നമ്മൾ അതിൻ്റെ കളർ വെച്ചിട്ട് തിരിച്ചറിയും. സൈസ്, ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ വസിക്കുന്ന സ്ഥലം. ഫുഡ്, വേ ഓഫ് കളക്റ്റിംഗ് ഫുഡ്, ഭക്ഷണം കളക്ട് ചെയ്യുന്ന രീതി, മൂവ്മെൻറ്റ്, അവരെ ചലനം. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആൻറ്റുകളെ ഒബ്സർവ് ചെയ്യുന്നത്. ഇനി ഫിഷസ് ആണ്. നമുക്കറിയാം ഫിഷ് വെള്ളത്തിലാണെന്നല്ലേ. അഡാപ്റ്റേഷൻ ഓഫ് ഫിഷ് ഫോർ അക്വാട്ടിക് ലൈഫ്. വെള്ളത്തിൽ താമസിക്കുന്നതിന് നമ്മളെ ഫിഷിനുള്ള അഡാപ്റ്റേഷൻസ്. ദർ ആർ ഷെല്ല്, ഒരുപാട് ഷെല്ലുകളുണ്ട്. ഇറ്റ് ഹാസ് ഫിൻസ് ദാറ്റ് ക്യാൻ മൂവ് ഇൻ വാട്ടർ. അതിന് എന്തുണ്ട്, ചിറകുണ്ട് വെള്ളത്തിലൂടെ മൂവ് ചെയ്യാൻ. ഇറ്റ് ക്യാൻ ബ്രീത്ത് ബൈ എക്സ്ട്രാക്റ്റിംഗ് ഓക്സിജൻ ഫ്രം വാട്ടർ. വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ എടുത്തിട്ടാണ് അവർ ബ്രീത്ത് ചെയ്യുന്നത്, ശ്വസിക്കുന്നത്. ബേബീസ് ആർ ബോൺ വെൻ ദ എഗ് ഹാച്ച്. അവർക്ക് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, മുട്ട വിരിഞ്ഞാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. എഗ്സ് ഹാച്ച് ഇൻ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മീനുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. ബിക്കോസ് ആ ഒരു കാരണം കൊണ്ട് എന്താണ്, ദാറ്റ്സ് വൈ ട്രോളിങ് ഈസ് ബാൻഡ് ഇൻ കേരള. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കേരള ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതിനെയാണ് നമ്മൾ ട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ മീനിനെ പിടിക്കാൻ പാടില്ല. ആ സമയത്താണ് മീനിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ മുട്ട വിരിഞ്ഞാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മീൻ പിടിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക, ആ ബേബി ആ ഫിഷിനൊക്കെ നമ്മൾ പിടിച്ചു പോരും. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഇല്ലാതാവും. അതുപോലെ ഫിഷസ് ദാറ്റ് ഹാച്ച് എഗ്സ് ഇൻ ദെയർ ബോഡി, ഷാർക്ക്. ഓക്കെ, നെക്സ്റ്റ് ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് റൺ, ഊത്തുകയറ്റം എന്ന് പറയും. ദ മൈഗ്രേഷൻ ഓഫ് ദ ഫിഷസ് ഇൻ ലാർജ് നമ്പേഴ്സ് ടു വാട്ടർ ബോഡീസ് സച്ച് ആസ് stream, field, small lake and backwaters for breeding during the monsoon in the month of June.
is known as floodplain breeding run. Catching fish during this period will reduce the stock of fishes. Fishing during this period is illegal. അപ്പോൾ ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിങ് റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഊത്തുകയറ്റം. നിങ്ങൾക്കറിയാമല്ലോ, ഈ മഴക്കാലമാകുമ്പോൾ തോടിലും പാടത്തിലൊക്കെ ഒരുപാട് മീനുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? ഈ മഴക്കാലത്ത് ഇവർ മിസ് ഓൾറെഡി പറഞ്ഞു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവർ മുട്ടയിടുക എന്നുള്ളത്. അവർ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ മഴക്കാലത്ത് അവർ കൂട്ടായിട്ട് എന്ത് ചെയ്യും? അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മൈഗ്രേറ്റ് ചെയ്യും വേറെ സ്ഥലങ്ങളിലേക്ക്. അങ്ങനെയാണ് ഇവർ നമ്മളെ തോടിലോട്ടും വയലിലോട്ടും ഒക്കെ എത്തുന്നത്. അപ്പോൾ അങ്ങനെ കൂട്ടമായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് റൺ അല്ലെങ്കിൽ ഊത്തുകയറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആംഫീബിയൻ ആണ് നെക്സ്റ്റ്. ആംഫീബിയൻ മീൻസ് ആംഫീബിയൻ ആർ ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ ലിവിങ് ബോത്ത് വാട്ടർ ആൻഡ് ലാൻഡ്. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളാണ് ആംഫീബിയൻസ്. നോ സ്കെയിൽസ് അവരെ പ്രത്യേകതയാണ് കേട്ടോ. അവർക്ക് നോ സ്കെയിൽസ്, മോയിസ്റ്റ് സ്കിന്നായിരിക്കും. ലിവ്സ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, വെള്ളത്തിലും കരയിലും ജീവിക്കും. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആംഫീബിയൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവരാണ് ആംഫീബിയന്. അവരുടെ പ്രത്യേകതയാണ് ഇത് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് ആംഫീബിയൻ കാറ്റഗറിയിൽ പെട്ട ആളാണ് നമ്മുടെ ഫ്രോഗ്. ഇതാണ് മെറ്റാമോർഫോസിസ് ഫ്രോഗ്. എഗ്ഗ്, ടാഡ്പോള്. അപ്പോൾ ലാർവ സ്റ്റേജ് ആരാണ്? ടാഡ്പോള്. പിന്നെ ഫ്രോഗ്. എഗ്ഗ്, ടാഡ്പോള്, ഫ്രോഗ്. ഇതാണ് 3 സ്റ്റേജുള്ളൂ മെറ്റാമോർഫോസിസ് ഓഫ് ഫ്രോഗ്. അതവിടെ എഴുതണം കേട്ടോ. ഇനി നമ്മൾ ഫ്രോഗ് എന്തൊക്കെയാണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ദ ഫസ്റ്റ് ഫേസ് ഓഫ് അവർ ലൈഫ് സൈക്കിൾ ഈസ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. എൻ്റെ ആദ്യഘട്ടം, അതായത് ഞാൻ ജനിക്കുന്ന സമയത്ത് ടാഡ്പോള് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, വാൽമാക്രി. അപ്പോൾ അതെവിടെയാണ്? വെള്ളത്തിലാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫേസ് ഞാൻ ജനിക്കുന്ന സമയത്ത് വെള്ളത്തിലാണ്. വെൻ വി ആർ ഫുള്ളി ഗ്രോൺ വി ലിവ് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. പിന്നെ ഞാൻ വലുതായി കഴിഞ്ഞാൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്. വി ഹാവ് സ്പൈൻ. സ്പൈൻ എന്ന് പറഞ്ഞാൽ നട്ടെല്ല്. ഞങ്ങൾക്ക് നട്ടെല്ലുണ്ട്. വി ആർ കോൾഡ് ആംഫീബിയൻ. ഞങ്ങളെ ആംഫീബിയൻ എന്ന് വിളിക്കാറുണ്ട്. ഈ പിക്ചർ തന്നിട്ട് ഈ 4 സൈഡ് ഫില്ല് ചെയ്യാനുണ്ടാവും കേട്ടോ. ഒരു എക്സാമിന് 2 തന്നിട്ട് ബാക്കി 2 നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 പോയിൻറ്റും പഠിക്കണം. അതുപോലെ മെറ്റാമോർഫോസിസ് ഫ്രോഗും വേണം. ഇനി സിസീലിയൻ. സിസീലിയൻ ആർ അനദർ ടൈപ്പ് ഓഫ് ആംഫീബിയൻ ഫൗണ്ട് ഇൻ കേരളം. ദേ ആർ ഓൾസോ നോൺ ആസ് ബ്ലൈൻഡ് സ്നേക്ക്. കുരുടി. Their eyes are covered with a transparent skin. They are often mistaken for snake. സിസീലിയൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കുരുടി എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കുരുടി എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നാണ് പറയാറ്. പക്ഷെ കുരുടി ശരിക്ക് പാമ്പല്ല കേട്ടോ. കുരുടി ഒരു ടൈപ്പ് എന്താണ്? ആംഫീബിയൻ കാറ്റഗറിയാണ്. അപ്പോൾ ആംഫീബിയൻ എന്താ? കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആംഫീബിയൻ കാറ്റഗറിയിൽ പെട്ട ഒരാളാണ് സിസീലിയൻ. പക്ഷെ നമ്മളൊക്കെ അതിനെ സ്നേക്കാണ്, പാമ്പാണ് എന്ന് പറയും. അപ്പോൾ ബ്ലൈൻഡ് സ്നേക്ക് അഥവാ കുരുടി എന്നാണ് അതിൻ്റെ പേര്. പക്ഷെ ഒറിജിനലി ഇത് പാമ്പല്ല. അവർക്ക് കണ്ണില്ല എന്ന് പറയാറുണ്ട്. അവർ കണ്ണ് എന്താ സംഭവിച്ചിട്ടുള്ളത്? ഐസ് ആർ കവേർഡ് വിത്ത് ട്രാൻസ്പെറൻറ്റ് സ്കിന്ന്. അതിൻ്റെ സ്കിന്നുകൊണ്ട് അവരെ കണ്ണ് മൂടിയിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ സിസീലിയൻ സ്നേക്കല്ല, പകരം എന്താണ്? ആംഫീബിയനാണ്. ഇനി നെക്സ്റ്റ് റെപ്റ്റൈലാണ് കേട്ടോ. റെപ്റ്റൈലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെപ്റ്റൈൽസ്. എഗ്സ് ആർ ലൈഡ് ആൻഡ് ദ ഓഫ് സ്പ്രിങ് ആർ ഫെർട്ടിലൈസർ. മുട്ട വിരിഞ്ഞാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. ഇറ്റ്സ് സ്കെയിൽസ് ആർ ആൻ ഔട്ട് ഗ്രോത്ത് ഓഫ് ദ സ്കിൻ. ഹെൻസ് ദ വാട്ടർ ലോസ് ഓഫ് ദ സ്കിൻ ഈസ് റെഡ്യൂസ്ഡ്. ഓൾ റെപ്റ്റൈൽസ് ഇൻക്ലൂഡിങ് aquatic ones lay their eggs on land. Cannot use skin for respiration like amphibian due to closed skin. Have lungs. അതായത് നമ്മൾ റെപ്റ്റൈൽസ് മുട്ട വിരിഞ്ഞാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ അവരെ സ്കിന്ന് എന്താണ്? വാട്ടർ ലോസ് സ്കിന്നായിരിക്കും. അതുപോലെ അക്വാട്ടിക് വൺസ്, അതായത് വെള്ളത്തിൽ ജീവിക്കുന്ന റെപ്റ്റൈലുകൾ ഉണ്ടാവും. അവർ മുട്ടയിടാൻ കരയിൽ വന്നിട്ടാണ് അവർ മുട്ടയിടാറ്. അതുപോലെ അവർക്ക് എന്തുണ്ട്? ലങ്സ് ഉണ്ട്. ആംഫീബിയനെ പോലെ ക്ലോസ്ഡ് സ്കിൻ അല്ലാന്ന്. ഓക്കെ, ഇത്രയാണ് റെപ്റ്റൈലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരൊക്കെയാണ് റെപ്റ്റൈൽസ്. സ്നേക്ക്, ലിസാർഡ്, കെമലിയോൺ, ടോട്ടോയ്സ്, ക്രൊക്കോഡൈല്. ഓക്കെ, ഇത്രയും ആളുകളാണ് നമുക്ക് എന്തുള്ളത്? നമ്മളെ റെപ്റ്റൈൽ കാറ്റഗറിയിൽ, അതായത് ഇഴഞ്ഞു പോകുന്ന ജീവികളാണ് കേട്ടോ മെയിനായിട്ട് റെപ്റ്റൈൽ കാറ്റഗറിയിലുള്ളത്. അപ്പോൾ അതിൽ പെട്ട സ്നേക്കിനെ പറ്റി നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. സ്നേക്സ് ആർ റെപ്റ്റൈൽസ്. സ്നേക്ക് റെപ്റ്റൈലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സം ഓഫ് ദ സ്നേക്സ് ഫൗണ്ട് ഇൻ ദ കൺട്രി ആർ വൈപ്പർ, പൈത്തൺ, മൗണ്ടെയിൻ സ്നേക്ക്, കോബ്ര ആൻഡ് കിങ് കോബ്ര.
ഇതൊക്കെ നോർമലി നമ്മൾ കാണുന്ന പാമ്പുകളാണ്. നോൺ വെനോമസ് സ്നേക്ക്, നമുക്കിതിൽ വെനോമസും നോൺ വെനോമസും പഠിക്കാണ്ട്. വെനോമസ് എന്ന് പറഞ്ഞാൽ വിഷമുള്ള പാമ്പ്, നോൺ വെനോമസ് എന്ന് പറഞ്ഞാൽ വിഷമില്ലാത്ത പാമ്പ്. അപ്പോൾ നോൺ വെനോമസ് സ്നേക്ക് ആരൊക്കെയാണ്? ആനക്കൊണ്ട, ചേര, നീർക്കോലി, ഡബിൾ ഹെഡഡ്, ഇരുതലയൻ മൂരി എന്ന് പറയും, 2 തലയുള്ള പാമ്പാണ്. അതുപോലെ ഓയിൽ സ്നേക്ക്. അപ്പോൾ നോൺ വെനോമസ് സ്നേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരെ പേര് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ വെനോമസ് സ്നേക്ക് 5 ഉണ്ട്. അവരെ ഡീപ്പായിട്ട് നമുക്ക് കുറച്ച് 2-3 പോയിൻ്റ് വെച്ച് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നോൺ വെനോമസ് സ്നേക്കിൻ്റെ നെയിം ശ്രദ്ധിക്കുക. ഇനി വെനോമസ് സ്നേക്ക് വിഷമുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. കോബ്ര, നമ്മുടെ മൂർഖന്. എക്സ്പാൻഡബിൾ ഹുഡ്, നമുക്കറിയാം മൂർഖന് ഇതുപോലെ പത്തി വിടർത്തിയാൽ നിൽക്കുക അല്ലേ. അപ്പോൾ എക്സ്പാൻഡബിൾ ഹുഡാണ്. 2 ഇൻ്റർകണക്റ്റഡ് റിങ്സ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ഹുഡ്, 2 വൈഡ് ബാൻഡ്സ് അക്രോസ് ആൻഡ് ബിലോ ദ നെക്ക്. നിങ്ങൾക്ക് കാണാം നമ്മുടെ മൂർഖന് എന്തുണ്ട്, ഇതുപോലെ 2 ബ്ലാക്ക് ഇതിങ്ങനെ ഉണ്ടാവും അല്ലേ. അത് ഒരു ഇതുകൊണ്ട് ഇൻ്റർകണക്ട് ചെയ്തിട്ടുണ്ട്. കഴുത്തിൽ അതുപോലെ ഒരു 2 ബാൻഡ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് മൂർഖനെ നമുക്ക് തിരിച്ചറിയാനുള്ള അടയാളം. ഇതുപോലുള്ള ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഇതുണ്ടാവും. ഇത് ഇൻ്റർകണക്റ്റഡ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കഴുത്തിൽ ബാൻഡ് ഉണ്ടാവും. അപ്പോൾ എക്സ്പാൻഡബിൾ ഹുഡാണ്. അതുപോലെ തന്നെ കഴുത്തിന് നെക്കിന് താഴെ എന്തുണ്ടാവും, ഒരു വൈഡ് ബാൻഡ് ഉണ്ട്. അതുപോലെ ആ ബ്ലാക്ക് കളറിലുള്ളത്. ഇതാണ് കോബ്രേൻ്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ വെനോമസ് സ്നേക്ക് കിങ് കോബ്ര. കിങ് കോബ്ര എന്ന് പറയുന്നത് രാജവെമ്പാലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശരീരത്തിൽ ഇതുപോലുള്ളൊരു മാർക്ക് ഉണ്ടാവും. അതിൻ്റെ പത്തിൻ്റെ അവിടെ മാർക്ക് വിസിബിൾ ഓൺ ദ ഹുഡ്. അതിൻ്റെ ഹുഡ് എന്ന് പറഞ്ഞാൽ പത്തിയാണ്. അപ്പോൾ ഈ പത്തിന്മേ ഇതുപോലെ മാർക്കുണ്ട്. ലെങ്ത് അപ് ടു 5 മീറ്റർ, 5 മീറ്റർ വരെ നീളം ഉണ്ടാവാറുണ്ട്. ബാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോഡി, ശരീരത്തിൽ മൊത്തം ഇതുപോലെ ബാൻഡ് ഉണ്ടാവും, വളയങ്ങൾ. ഡാർക്ക് ബ്ലാക്ക് കളർ ഓഫ് ദ ടെയിൽ, ഡാർക്ക് ബ്ലാക്ക് കളറാണ് അതിൻ്റെ വാല്, ടെയിൽ ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിങ് കോബ്ര. അപ്പോൾ 2 വെനോമസ് സ്നേക്ക് പറഞ്ഞു. ഇനി മൂന്നാമത്തേത് കോമൺ ക്രൈറ്റ്. വിസിബിൾ വൈറ്റ് ബാൻഡ്സ് അക്രോസ് ദ ബോഡി, ശരീരം മൊത്തം ഇതുപോലെ വൈറ്റ് ബാൻഡ് ഉണ്ടാവും. ഡീപ്പ് ബ്ലാക്ക് കളറാണ് അതിനുണ്ടാവുക. റസൽസ് വൈപ്പർ, നമ്മളെ അണലി. ഇത് ശംഖുവരയനാണ് കേട്ടോ. അപ്പോൾ ലാർജ് ട്രയാങ്കിൾ ഷേപ്പ്ഡ് ഹെഡ്, വലിയ ട്രയാങ്കിൾ ഷേപ്പ് തലയാണ് ഉണ്ടാവുക. ചെയിൻ ലൈക്ക് ഓവൽസ് ഓൺ ദ ബോഡി, എന്താണ് ശരീരത്തിൽ മൊത്തം നമ്മുടെ ചെങ്ങല പോലുള്ള ഓവൽ ഷേപ്പിലുള്ള അടയാളമാണ് ഉള്ളത്. അപ്പോൾ തല എന്താണെന്ന് നോക്കിയേ, ട്രയാങ്കിൾ ഷേപ്പ്ഡ് ഹെഡാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ബീക്കഡ് സീ സ്നേക്ക്, കടൽപ്പാമ്പ്. ദ ടെയിൽ ഈസ് ബ്രോഡ് ആൻഡ് ഷേപ്പ്ഡ് ലൈക്ക് ആൻ ഓർ. നമ്മൾ വെള്ളത്തിലൊക്കെ നമ്മൾ തോണിയിലൊക്കെ തുഴയുന്ന തുയയല്ലേ, അതാണ് ഓറ്. അപ്പോൾ ആ ഓറിൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ വാലുള്ളത്. ഡാർക്ക് റിങ്സ് ഓൺ ദ ബോഡി, ഡാർക്ക് കളർ റിങ്സാണ് ശരീരം മൊത്തം ഉള്ളത്. അപ്പോൾ ഇതാണ് 5 ടൈപ്പ് ഓഫ് വെനോമസ് സ്നേക്ക്, വിഷമുള്ള പാമ്പുകൾ കേട്ടോ. മോസ്റ്റ് ഓഫ് സ്നേക്സ് ആർ നോൺ വെനോമസ്, അധിക പാമ്പുകളും വിഷമില്ലാത്തതാണ്. ഓൺലി 5 സ്പീഷീസ് ഓഫ് സ്നേക്ക് ഫൗണ്ട് ഇൻ കേരളം ആർ വെനോമസ്. നമ്മളെ കേരളത്തിൽ 5 ടൈപ്പ് പാമ്പുകൾക്കാണ് വിഷമുള്ളത്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ്, നമുക്കാർക്കെങ്കിലും പാമ്പ് കടിയേറ്റാൽ എന്താ ചെയ്യേണ്ടത്? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് എന്ന് പറഞ്ഞാൽ പാമ്പ് കടി ഏറ്റാൽ ശ്രദ്ധിക്കേണ്ടത്. ഡു നോട്ട് ഇൻജോർഡ് ആൻഡ് ബൈറ്റ് സൈറ്റ് ഓർ ട്രൈ ടു സക്ക് ഔട്ട് ദ വെനം. അതായത് പാമ്പ് കടി ഏറ്റാൽ മുറിവ് വലുതാക്കാൻ പാടില്ല. അതുപോലെ അവിടുന്ന് വിഷം വലിച്ചെടുക്കാനും പാടില്ല. ഡു നോട്ട് പാനിക് ദ ബൈറ്റൺ പേഴ്സൺ, കടിച്ച ആളെ പാനിക് ആക്കാൻ പാടില്ല. അതായത് അവരോട് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ട് അവരെ ടെൻഷൻ അടിപ്പിക്കരുത്. കൺസോൾ ആൻഡ് ഹെൽപ്പ് ദം സ്റ്റേ കാം, അവരെ അത് പാമ്പായിരിക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ കൺസോൾ ചെയ്യുക, അവരെ സമാധാനിക്കാൻ വേണ്ടത്. സമാധാനിപ്പിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വിഷം ബ്രെയിനിലോട്ട് എത്തും. ദ ബൈറ്റൺ പേഴ്സൺ ഷുഡ് ബി ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ പാമ്പ് കടി ഏറ്റാൽ നമ്മൾ സ്വയം ചികിത്സയൊന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തണം. ഇനി നെക്സ്റ്റ് ഫെതേർഡ് ഫ്രണ്ട്സ്, ചിറകുള്ള നമ്മളെ ഫ്രണ്ട്സ് ആരാ? നമ്മളെ ബേർഡ്സാണ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ ബേർഡ് ഇൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെതേഴ്സ്, നെസ്റ്റ്, കളർ ഓഫ് ബേർഡ്, സൈസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീറ്റ്, ഫുഡ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബീറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ ബേർഡ്സിനെ തിരിച്ചറിയാറ്? അവരെ നെസ്റ്റ്, കൂട്, അവരെ കളറ്, സൈസ്, അതുപോലെ കാലിൻ്റെ ഇത്, അവരെ ഭക്ഷണം, അവരെ കൊക്ക്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ബേർഡ്സിനെയും നമ്മൾ തിരിച്ചറിയുന്നത്. ബേർഡ്സ് ഹാവ് സ്കെയിൽസ് ഓൺ ലെഗ്സ്, ഹാവ് ഫെതേഴ്സ്, ക്യാൻ ഫ്ലൈ. നമുക്കൊന്നും കഴിയൂല അല്ലേ, ബേർഡ്സിന് പറക്കാൻ കഴിയും, അതിനെന്തുണ്ട് അവർക്ക് ഫെതേഴ്സ് ഉണ്ട്. അതുപോലെ ലെഗിലെ സ്കെയിൽസ്,
നിങ്ങൾക്ക് കാണാം അല്ലേ, അവർ കാല് ശ്രദ്ധിച്ചാൽ ഒരു കണക്റ്റഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കാറ്റഗറിയാണ് മാമ്മൽസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. മാമ്മൽസ് ആർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഗിവ് ബർത്ത് ആൻഡ് ഫീഡ് മിൽക്ക് ടു ദെയർ ഓഫ് സ്പ്രിങ്. മുട്ട വിരിഞ്ഞ്, അതായത് പ്രസവിച്ച്, മുട്ട വിരിഞ്ഞല്ല, നമ്മൾ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവരാണ് മാമ്മൽസ്. മുട്ട വിരിഞ്ഞുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പക്ഷെ അതിലുള്ള ചിലരിവിടെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ മാമ്മൽ പറഞ്ഞാൽ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവർ. അപ്പോൾ ഇവരൊക്കെ എന്താണ്, മാമ്മൽസാണ്. നമ്മളെ കൗ, ഓക്സ്, ഡോഗ്, ഗോട്ട്, ഡീർ, ഇതൊക്കെ മാമ്മൽസാണ് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകത, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാമ്മൽസ്. ഒരു എക്സാമിന് കണ്ടിട്ടുള്ളത് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് തന്നു, എന്നിട്ട് അതിൽ നിന്ന് മാമ്മൽസിൻ്റെ മാത്രം സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കിത് അറിഞ്ഞിരിക്കണം. ഹാവ് പിന്ന, അവർക്ക് എന്തുണ്ട്, പിന്നെയുണ്ട്. പിന്നെ പറഞ്ഞാൽ ചെവിക്കുട, നമുക്കൊക്കെ ചെവിയില്ലേ, നമ്മൾ കമ്മലിടുന്ന ആ ചെവിയാണ് പിന്ന എന്ന് പറയുന്നത്. ഫീമെയിൽ ഹാവ് എ മിൽക്ക് സീക്രേറ്റിംഗ് ഓർഗൻ. ഫീമെയിൽ ആയിട്ടുള്ള മാമ്മൽസിന് എന്തുണ്ട്, പാല് ചുരത്തുന്ന ഒരു ഓർഗൻ ഉണ്ട്. ദർ ഈസ് എ സിംഗിൾ ഹേർട്ട് വിത്ത് മൾട്ടിപ്പിൾ ആർട്ടറീസ്. സിംഗിൾ ഹേർട്ടാണ്, മൾട്ടിപ്പിൾ ആർട്ടറീസ് ഉണ്ട്. ബോഡി ഹെയർ ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ദിസ് കാറ്റഗറി. അവരെ ബോഡി ഹെയർ വെച്ചിട്ട് നമുക്ക് അവരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ദേ ആർ ഓൾസോ മമ്മൽസ്. മിസ് ഓൾറെഡി പറഞ്ഞു, മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ഒരു ഇതിലുണ്ട്. നമുക്കറിയാം മീനുകൾ മുട്ട വിരിഞ്ഞുണ്ടാവുന്നത്. അപ്പോൾ നോക്കിയാൽ നമ്മളെ വെയിലും ഡോൾഫിനും എന്താണ്, ഫിഷ് കാറ്റഗറിയാണ്, പക്ഷേ ഇവർ രണ്ടുപേരും പ്രസവിക്കുകയാണ്. അതുപോലെ ബാറ്റ്, ബേർഡാണ്, ബേർഡ്സ് മുട്ട വിരിഞ്ഞുണ്ടാവുക, പക്ഷേ ബാറ്റ് എന്താണ്, മാമ്മൽ കാറ്റഗറി, പ്രസവിക്കുകയാണ്. അതുപോലെ ഓട്ടർ മീൻസ് നീർനായ. അപ്പോൾ ഈ 4 ആളുകളും നമ്മളെ മാമ്മൽ കാറ്റഗറിയിലാണ്. ഇനി സം മാമ്മൽസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ്. വാട്ട് പേർപ്പസ് ഡു വി കീപ്പ് ദം. ചില മാമ്മൽസ് എന്താ, നമ്മളെ ഡൊമസ്റ്റിക് ആനിമൽസ്, നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ മീറ്റ്, അവരിൽ നിന്ന് ഇറച്ചി മീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫോർ മിൽക്ക്, പാല് കിട്ടാൻ വേണ്ടിയിട്ട്. അഗ്രികൾച്ചറൽ യൂസ്, കൃഷിക്ക് വേണ്ടിയിട്ട്. ദേ മേക്ക് എക്സലൻറ്റ് ഫെർട്ടിലൈസർ, അവരിൽ നിന്ന് എന്ത് കിട്ടും, നല്ല സൂപ്പറായിട്ടുള്ള ഫെർട്ടിലൈസർ, വളമ നമുക്ക് കിട്ടും. ഡൊമസ്റ്റിക് ആനിമൽസ് ആർ ഹെൽപ്ഫുൾ ടു അസ്. സംടൈം ഹ്യൂമൻ ഗെറ്റ് ഡിസീസസ് ഫ്രം ദം. ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് സച്ച് ഡിസീസസ്. അപ്പോൾ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളിൽ നിന്ന് ചില സമയത്ത് നമുക്ക് അസുഖം കിട്ടാറുണ്ട്. എന്തൊക്കെ അസുഖങ്ങളാണ്, റാബീസ്, മീസിൽസ്, മങ്കി ഫീവർ, റാറ്റ് ഫീവർ, ഇതൊക്കെയാണ് ഡൊമസ്റ്റിക് ആനിമൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അസുഖങ്ങൾ. ഇനി വാട്ട് പ്രിക്കോഷൻ ഷുഡ് വി ടേക്ക് വൈൽ ഇൻ്ററാക്ടിങ് വിത്ത് ഡൊമസ്റ്റിക് ആനിമൽസ്. അവരിൽ നിന്ന് നമുക്ക് അസുഖം പകരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ, മുൻകരുതലായി എടുക്കേണ്ടത്. ഗെറ്റ് പെറ്റ്സ് വാക്സിനേറ്റഡ്. നമ്മളെ പെറ്റുകളെ അവരെന്ത് ചെയ്യണം, അവർക്ക് വാക്സിൻ കൊടുക്കണം. ക്ലീൻ ദ ആനിമൽ ആൻഡ് ഫീഡ് കേജസ്. ആനിമൽസിനെ വൃത്തിയാക്കണം, അതുപോലെ അതിൻ്റെ കൂടും വൃത്തിയാക്കണം. അവോയ്ഡ് ഷെയറിങ് ഐറ്റം ഫ്രം ദ സെയിം ബൗൾ. ഒരേ ബൗളിൽ നമ്മളും ആനിമലും ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ 5 ടൈപ്പ് അപ്പോൾ പഠിച്ചത്, ഫിഷ്, ആംഫീബിയന്, റെപ്റ്റൈൽ, ബേർഡ്, മാമ്മൽ. ഹാവ് സ്പൈൻസ്, ഇവർക്കൊക്കെ നട്ടെല്ലുണ്ട്. അപ്പോൾ നമ്മൾ ഈ 5 കാറ്റഗറി പഠിച്ചു. ഈ 5 കാറ്റഗറി, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ അതിൻ്റെ എക്സാമ്പിൾ, അതാണ് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി എക്സ്റ്റിങ്ക്റ്റ് ക്രിയേച്ചേഴ്സ്, വംശനാശം സംഭവിക്കുന്ന ജീവികളുണ്ട്. മെനി ക്രിയേച്ചേഴ്സ് ദാറ്റ് എക്സിസ്റ്റഡ് വൺസ് ഓൺ എർത്ത് ഹാവ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ് ഡ്യൂ ടു വേരിയസ് റീസൺസ്. പല കാരണങ്ങൾ കൊണ്ട് വംശനാശം സംഭവിക്കാറുണ്ട്. ദ കോസ് ഓഫ് ദെയർ എക്സ്റ്റിങ്ഷൻ സച്ച് ആസ് എക്സ്ട്രീം കോൾഡ്, ഡ്രൗട്ട്, മെറ്ററൈറ്റ് ഫാള്, എപ്പിഡമിക്സ് ആൻഡ് വോൾക്കാനോ എറപ്ഷൻ ആർ നോട്ട് അണ്ടർ ഹ്യൂമൻ കൺട്രോൾ. അതായത് നല്ല തണുപ്പ്, അതുപോലെ ഡ്രൗട്ട്, വരൾച്ച, അതുപോലെ മെറ്ററോയിറ്റ് ഫാള്, എപ്പിഡമിക്സ്, വോൾക്കാനോ എറപ്ഷൻ. അപ്പോൾ ഈ വോൾക്കാനോ എറപ്ഷനൊന്നും നമ്മളെ മനുഷ്യന്മാരെ കൺട്രോളിലല്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്, നാച്ചുറൽ അല്ലതാ. അപ്പോൾ നാച്ചുറലിൻ്റെ കാര്യം കൊണ്ട് തന്നെ വംശനാശം സംഭവിക്കാറുണ്ട്, അതല്ലാതെ നമ്മൾ മനുഷ്യർ കാരണം ഉണ്ടാവാറുണ്ട്. ബൈ ഡിസ്ട്രോയിങ് ദെയർ ഹാബിറ്റേറ്റ് ഹ്യൂമൻ ഓൾസോ പ്ലേ എ മേജർ റോൾ ഇൻ ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ക്രിയേച്ചേഴ്സ്. അപ്പോൾ നമ്മൾ മനുഷ്യർ കാരണം വംശനാശം സംഭവിക്കുന്ന ജീവികളുണ്ട്, അതല്ലാതെ നമ്മളെ നാച്ചുറലുള്ള വരൾച്ച, തണുപ്പ്, അതുപോലെ വോൾക്കാനോ എറപ്ഷനൊക്കെ കാരണം വംശനാശം സംഭവിക്കുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എൻഡേഞ്ചേർഡ് ക്രിയേച്ചേഴ്സ് ഓഫ് കേരള. നമ്മൾ കേരളത്തിൽ വംശനാശം സംഭവിക്കുന്നത് ടൈഗർ സ്പൈഡർ, അതുപോലെ ഫംഗോയിഡ് ഫ്രോഗ്, ഇന്ത്യൻ പെങ്കോളിൻ. ഈ ഫംഗോയിഡ് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ മണവാട്ടി തവള, അതുപോലെ ഇന്ത്യൻ പെങ്കോളിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈനാമ്പേച്ചി.
അതുപോലെ ടൈഗർ, സ്പൈഡർ, കടുവ, ചിലന്തി, ഈ 3 കേരളത്തിൽ വംശനാശം സംഭവിക്കുന്നത് കേട്ടോ. ഇനി ക്രിയേച്ചേഴ്സ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻസ്. ദർ ആർ മെനി മിസ്കൺസെപ്ഷൻസ് അബൌട്ട് ദിസ് ക്രിയേച്ചേഴ്സ്. വാട്ട് പ്രോബ്ലംസ് ഡു സച്ച് മിസ്കൺസെപ്ഷൻസ് ക്രിയേച്ചേഴ്സ്? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ എന്താ, ബാൺ ഔൾ, വെള്ളിമൂങ്ങ, വെസ്റ്റേൺ ബ്ലൈൻഡ് സ്നേക്ക്, ഇന്ത്യൻ സ്റ്റാർ ടോട്ടോയിസ്, സർപ്പൻറ്റ്. ഇതൊക്കെ എന്താണ്, ചില നമ്മളിവിടെ ഉള്ളവർക്കുണ്ട്, ചില പുറത്തുള്ള ആളുകൾക്കുണ്ട്. ഇവരൊക്കെ സൂപ്പർസ്റ്റിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അന്ധവിശ്വാസം. അപ്പോൾ ഈ ജീവികളൊക്കെ വീട്ടിലുണ്ടായാൽ നമുക്ക് എന്തുണ്ടാവും, നല്ല ക്യാഷ് ഉണ്ടാവും, നമുക്ക് എന്നും ഐശ്വര്യമായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം ഇവരെന്ത് ചെയ്യും, നല്ല വില കൊടുത്തിട്ട് ഇവരൊക്കെ വാങ്ങും. അപ്പോൾ അത് കാരണം ആ ജീവികൾക്ക് വംശനാശം സംഭവിക്കും, നമുക്ക് ക്യാഷൊക്കെ നഷ്ടമാവും ചെയ്യും. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻസ്. അതായത് നമ്മളെന്താവും, നമ്മളെ ക്യാഷൊക്കെ ഒരുപാട് കൊടുത്തിട്ടാണ് വാങ്ങുന്നത് അല്ലേ. അപ്പോൾ അവിടെ ധനനഷ്ടം ഉണ്ടാവും. എക്സ്റ്റിങ്ഷൻ ഓഫ് ക്രിയേച്ചേഴ്സ്, അതുപോലെ ആ ജീവികൾക്ക് വംശനാശം സംഭവിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാഠത്തിലുള്ളത്. സിമ്പിളാണ്. അപ്പോൾ നന്നായിട്ട് ഇത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതോടുകൂടി നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.